ഈ പടത്തെ പറ്റിയുള്ള എന്റെ ആദ്യത്തെ ഓർമ്മ ഇതിലെ നായിക കല്യാണി പ്രിയദർശന്റെ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ആയിരുന്നു. ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് ബുക്കിന്റെ ഒരു ഫോട്ടോയോടൊപ്പം വായിച്ചു തീർത്തു, ദാറ്റ് വാസ് വൺ ഹെൽ ഓഫ് എ ഫൺ റൈഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റ്. അത് കണ്ടപ്പോൾ എന്റെ മനസ്സിലൂടെ ആദ്യം പോയത് ഇതൊക്കെ ചുമ്മാ പ്രൊമോഷന് വേണ്ടി പറയുന്നതാണ്, ഈ പടത്തിലൊക്കെ എന്ത് കോമഡി, കുറെ ആർട്ടിഫിഷ്യൽ കോമഡി ഉണ്ടാവും, അല്ലാതെ എന്ത് എന്നൊക്കെ. കാരണം മോഹൻലാൽ ഒരു കോമഡി സംഭവം ചെയ്തിട്ട് കുറച്ചധികം നാളായി, പൃഥ്വിരാജിനെ പിന്നെ കോമഡിയിൽ നോക്കേ വേണ്ട. സോ ഇവരൊക്കെ കൂടി ഇപ്പൊ എന്ത് കോമഡി കാണിക്കാനാണ് എന്നായിരുന്നു എന്റെ ഫസ്റ്റ് ഇംപ്രഷൻ. അങ്ങനെ അതും കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾക്ക് ശേഷം പടം OTT ഇറങ്ങി. എന്തൊക്കെ പറഞ്ഞാലും മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും പോലെ രണ്ട് ബ്രാൻഡുകൾ അഭിനയിക്കുന്ന സിനിമയല്ലേ, അങ്ങനെ ഒരു ഐറ്റം ഇറങ്ങിയാൽ കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇതും വിചാരിച്ചുകൊണ്ട് പടം കാണാൻ തുടങ്ങി. പക്ഷേ മച്ച് ടു മൈ സർപ്രൈസ് കൃത്യമായ ഇടവേളകളിൽ ഈ സിനിമ എന്നെ ചിരിപ്പിച്ചിട്ടുണ്ട്, ഒന്നല്ല ഒരുപാട് തവണ. പിന്നെ അതിനേക്കാൾ ഇഷ്ടമായത് ഇതിന്റെ ഒരു എസ്തെറ്റിക് അപ്പീൽ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മലയാള സിനിമയിൽ പ്രകൃതിയോട് ഇണങ്ങിയിട്ടാണ് സിനിമകൾ വരുന്നത്. തുടങ്ങിയ സമയത്ത് അതൊരു നല്ല ചേഞ്ച് ആയിരുന്നു. എന്നാൽ പിന്നീട് വരുന്നവനും പോകുന്നവനുമൊക്കെ തന്റെ സിനിമ ആ അറ്റ്മോസ്ഫിയറിൽ മാത്രമേ സെറ്റ് ചെയ്യൂ എന്ന അവസ്ഥയിലെത്തി മലയാള സിനിമ. അതിനിടയിൽ ഇങ്ങനെ ഒരു പടം വന്ന് കണ്ടപ്പോൾ ഭയങ്കര റിഫ്രഷിംഗ് ആയി തോന്നി. എന്ന് വെച്ചാൽ മലയാളത്തിലെ ഒരു കരൺ ജോഹർ സെറ്റപ്പ്. അങ്ങനെ ആകെ മൊത്തം പടം കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് തിയേറ്ററിൽ ഇറങ്ങേണ്ടതായിരുന്നു. ഫാമിലീസ് ഒക്കെ ഇടിച്ചു കയറി ഒരു ആഘോഷമാക്കിയ ഈ സിനിമ ബ്ലോക്ക് ബസ്റ്ററിൽ കുറഞ്ഞ ഒരു റിസൾട്ടും നോക്കണ്ട. ഇതൊക്കെയായിരുന്നു എന്റെ മനസ്സിൽ. എന്നാൽ ഇതൊക്കെ മനസ്സിലിട്ടുകൊണ്ട് ഞാൻ ഈ സിനിമയെ പറ്റി എന്റെ 2 കൂട്ടുകാരോട് സംസാരിച്ചപ്പോൾ അവര് കൊള്ളാം, ഓക്കെ എന്നൊക്കെയായിരുന്നു മറുപടി പറഞ്ഞത്. എനിക്ക് ഈ സിനിമ ഒരു പരിധിക്കപ്പുറം ഇഷ്ടപ്പെട്ടത് കൊണ്ടാണോ എന്നറിയില്ല, അവര് പറഞ്ഞ ഉത്തരം എനിക്ക് ഒട്ടും തൃപ്തികരമായി തോന്നിയില്ല.